ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നല്ല അറിയാലോ. ഇന്ന് ദുഃഖവെള്ളിയാണ്. നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്നും വിളിക്കും. ഈ ദുഃഖവെള്ളിയാഴ്ചയാണ് ഈ പള്ളിയിലെ അറിയാത്ത കുറേ പേരിനൊക്കെ കാണാൻ. നല്ല തിരക്കായിരുന്നു ഇന്ന്. ഞങ്ങളിന്ന് വരാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങളപ്പോൾ ഒരു മുക്കിടി ഇരുന്നു. അമ്മയ്ക്ക് കുറച്ച് സ്ഥലം കിട്ടി. എനിക്ക് ഇരിക്കാൻ ആ സ്റ്റെപ്പുമ്മ കയറിയിരുന്നു ഞാൻ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനെ ഞങ്ങൾ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സാണ് കൂടുതലും ആൾക്കാർ ഇട്ടിട്ടുള്ളത്. ഈശോ മരിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നത്, ഗുഡ് ഫ്രൈഡേ. ഇന്ന് എല്ലാ ക്രിസ്ത്യൻസും ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ദിവസമാണ്. പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് കയ്പ് നീരല്ലെങ്കിൽ കയ്പലയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ആവേശത്തിന് കുറച്ചധികം വാരിയിട്ടുണ്ട്. അപ്പോൾ ഈ കയ്പ് നീര് നമ്മൾ കഴിക്കുന്നത് ഈശോയ്ക്ക് ഗാഹുലത്തേക്ക് പോകുമ്പോൾ കുരിശിൽ കിടന്നിട്ട് വെള്ളം ദാഹിച്ചപ്പോൾ വെള്ളം കൊടുക്കാണ്ട് പകരം ഈ കയ്പ് നീരാണ് കൊടുത്തത്. അതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ കയ്പ് വെള്ളം കുടിക്കുന്നത്. കുർബാനയ്ക്ക് ശേഷമാണ് നമുക്ക് ഈ കയ്പല കിട്ടുക. പിന്നെ അത് കഴിഞ്ഞാൽ ഈശോനെ തൊട്ടുമുട്ടലുണ്ട്. അപ്പം നല്ല വരിയായിരുന്നു. ഞാൻ ചെറുതായതുകൊണ്ട് ഞാൻ ഇടയിൽ കൂടെ ഒക്കെ കയറിയിട്ട് ഫസ്റ്റ് പോകുന്നുണ്ട്. അമ്മ പുറകിലാണ്. പിന്നെ ഞങ്ങൾ ഈശോനെ തൊട്ടുമുട്ടിയിട്ട് വേഗം തന്നെ പുറത്തേക്ക് വന്നു. ഞാൻ കയ്പല എടുത്തില്ലേ, ആ കയ്പലയ്ക്ക് ഒടുക്കത്തെ കയ്പ്. ഞാൻ വിചാരിച്ചില്ല ഇത്ര കയ്പ് ഉണ്ടാവുമെന്ന്. എല്ലാ കൊല്ലം കഴിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഇവര് നെഞ്ചിരിച്ചുകൊണ്ടാണ് എന്തിനാണെന്ന് അറിയില്ല, നല്ല കയ്പ്. ഈശോയുടെ നഗരി കാണിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോനെ മഞ്ചയിലേക്ക് എടുത്തിട്ട് പ്രദക്ഷിണം പോലെ നമ്മൾ പോവും. അപ്പം എല്ലാവരും നഗരി കാണിക്കുന്നതിനെ വരേണ്ടതാണ്. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചു കൊടുക്കണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.